നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്രീമി ചോക്ലേറ്റ് മൗസ് കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് 3/4 കപ്പ് കേക്ക് ഫ്ലോർ വേണം. അതായത് മൈദ 3/4 കപ്പ്, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഒരു 3-4 തവണ നന്നായിട്ടിത് അരിച്ചെടുക്കണം. എങ്കിലേ കൊക്കോ പൗഡറും മൈദയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടത്തുള്ളൂ കേട്ടോ. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മുട്ടയുടെ വൈറ്റ് നന്നായിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലും ഒന്നും ഉണ്ടാകത്തില്ല. കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും. ഇനി 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര കേട്ടോ. പഞ്ചസാര പൊടിക്കുന്നതിന് മുമ്പാണ് 3/4 കപ്പ് ഉള്ളത്. ആ നന്നായിട്ട് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ നമുക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് വൈറ്റ് നല്ല ഫ്ലഫിയായി നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയായി വരുമ്പോഴേക്ക് പഞ്ചസാര പിന്നെ ബാക്കിയുള്ളത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് പാനിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. എൻ്റെ കണ്ടോ ഈ പാൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ അടിഭാഗം ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് പാനാണ്. അതുകൊണ്ട് തന്നെ ഈ പാനിൽ തന്നെയാണ് ഞാൻ കേക്ക് ഐസിങ് ചെയ്യുന്നത് കേട്ടോ. മോസ്റ്റ് ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് ഈ പാനിൽ തന്നെയാണ്. ഇനി നമ്മുടെ എഗ്ഗിൻ്റെ യെല്ലോ മഞ്ഞയിലേക്ക് കുറേച്ച് നമ്മുടെ പഞ്ചസാര പൊടിച്ചത് ബാക്കി ഉണ്ടായിരുന്നില്ലേ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ ഈ മഞ്ഞയും നല്ല ഫ്ലഫിയായി നമുക്ക് കിട്ടും. കണ്ടോ, നല്ല ഫ്ലഫി ആയി വരുന്നത് കണ്ടോ. ഈ ഒരു പാകത്തിന് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെനില എസൻസും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ മെൽറ്റഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 1/4 കപ്പ് പാല്. 1/4 കപ്പ് പാല് വേണം. അത് നമുക്ക് കുറേശ്ശെ ചേർക്കാം കേട്ടോ. ഒരുമിച്ചങ്ങ് ചേർത്ത് ഒത്തിരി വെള്ളമൊന്നും കൂടി പോകാൻ നിൽക്കേണ്ട. അതായത് നമ്മുടെ ബാറ്റർ ഒത്തിരി ലൂസായി പോകാൻ നിൽക്കേണ്ട. അതുകൊണ്ട് കുറേശ്ശെ പാല് ചേർത്തിട്ട് നമ്മുടെ ഫ്ലോറ് കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ നന്നായിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ കണ്ടോ, കളറെല്ലാം ഈവനായിട്ട് എല്ലാം ഒരേ കളറിൽ വന്നിട്ടുണ്ട്. ആ ഒരു പാകം ആകുന്നത് വരെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം കേട്ടോ. കുറേശ്ശെ പൊടി ചേർത്ത് അതുപോലെ തന്നെ ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ പൊടിയും ഇതിലേക്ക് ചേർത്ത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ തിക്കായാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കിയിരിക്കുന്ന പാലും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് നമ്മുടെ എഗ് വൈറ്റും കൂടെ ചേർക്കാനില്ലേ, അതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് ലൂസായിട്ടിരിക്കേണ്ട. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പാകത്തിന് കിട്ടില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എഗ് വൈറ്റ് കുറേശ്ശെ ചേർത്ത് വളരെ സ്ലോലി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ പിന്നെ ബാക്കി എഗ് വൈറ്റിൻ്റെ ബാക്കിയില്ലേ ആ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. മാറ്റിയതിന് ശേഷം നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എയറൊന്നും തന്നെ എഗ് വൈറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കേക്ക് നല്ല പൊന്തി വന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടില്ല കേട്ടോ. നമ്മുടെ മോസ് കേക്കിൻ്റെ കേക്ക് എന്ന് പറയുമ്പോൾ, നല്ല ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. എങ്കിലേ അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. കണ്ടു, നല്ല മാവ് തന്നെ ഈ ഒരു ബാറ്റർ തന്നെ കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ ക്രീമി ആയിട്ടല്ല ഇരിക്കുന്നത്.
ഇനി നമുക്കിത് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കേക്ക്. കടായി അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ട് ഉപ്പിട്ട് ചൂടാക്കി വെച്ചിട്ടുള്ള ഒരു കടായിക്കുള്ളിലേക്കാണ് നമ്മുടെ ഈ പാൻ കേക്ക് എടുത്ത് വെക്കുന്നത് കേട്ടോ. കണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരു 40 മിനിറ്റ്സ് ആയപ്പോഴേക്ക് എൻ്റെ കേക്ക് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ബാക്കി മോസൊക്കെ ഫിൽ ചെയ്തെടുക്കണം. ആ ഒരു സമയം കൊണ്ട്, കേക്ക് തണുക്കാനായി മാറ്റി വെച്ച സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മോസ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 100 ml വിപ്പിംഗ് ക്രീം ഒരു പാനിലേക്ക് ഒഴിച്ച് ഒന്ന് ബോയിൽ ചെയ്തെടുപ്പിക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും കേട്ടോ. 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അപ്പോൾ തന്നെ എടുത്ത ചോക്ലേറ്റ് അല്ല, ചോക്ലേറ്റ് നേരത്തെ തന്നെ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചൂടുള്ള ഈ വിപ്പിംഗ് ക്രീം ഒഴിക്കുമ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് തണുത്ത ക്രീമും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ചെറിയ ചൂട്, ഒത്തിരി ചൂടുണ്ടാവില്ല ഇത് മെൽറ്റാക്കി എടുക്കുമ്പോൾ. അതിലേക്ക് നല്ല തണുത്ത ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ട്, നല്ല തിക്ക് പീക്കിലുള്ള അല്ലെങ്കിൽ നല്ല തിക്ക് ആൻഡ് സ്റ്റിഫായിട്ടുള്ള മോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാളും കേട്ടോ. ഈ കേക്ക് നന്നായിട്ടത് തണുത്തതിന് ശേഷം ഞാനൊരു 3 ലെയറായിട്ട് നമ്മുടെ കേക്കിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേണിംഗ് ടേബിളിൽ വെച്ചിട്ട് സാധാരണ എല്ലാവരും ഐസിങ് ചെയ്യില്ലേ, ആ മെത്തേഡിൽ തന്നെ ഐസിങ് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ആ പാനിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കണ്ടോ, നമ്മുടെ ക്രീം മോസ് കണ്ടോ നല്ല സെറ്റായിരിപ്പുണ്ട്. ഒത്തിരി അങ്ങ് ഇളക്കി ഇതാക്കണ്ട. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഐസ് ക്യൂബ്സിൽ വെച്ചിട്ടാണ്, അടിയിൽ ഒരു ട്രേയിൽ ഞാൻ ഐസ് ക്യൂബ് വെച്ചിട്ടുണ്ട് കണ്ടോ, അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ബീറ്റാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, നല്ല അടിപൊളി പാകത്തിന് വന്നത് കണ്ടോ. ഇനി ഞാൻ ഒരു ട്രേയിൽ നമ്മുടെ കേക്ക് ഉണ്ടാക്കിയ ആ പാനിൽ തന്നെ ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് ഒരു ലെയർ കേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കുറച്ച് മോസിങ്ങിനെ വെച്ച് സെറ്റ് ചെയ്യുന്നത്. അത് ഞാൻ കേക്കിനെ സോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. കേക്കിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. അതായത് ഇത്തിരി സോഫ്റ്റ് ആയി പോകുന്നതിനേക്കാളും കുറച്ച് ആ കേക്കിൻ്റെ ടേസ്റ്റ് അതുപോലെ ഇരിക്കുന്നതാണ് മോസ് കേക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് സെറ്റ് ആക്കിയതിന് ശേഷം അത് ഞാനൊരു 8 മണിക്കൂർ ഫ്രീസറിലേക്ക് വെച്ചു. അപ്പോൾ നമ്മുടെ മോസ് നല്ല സെറ്റായിരിക്കും. ഈ ഇതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു മിറർ ഗ്ലേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു ചോക്ലേറ്റ് ഗണേഷ്, അതായത് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 75 ml വിപ്പിംഗ് ക്രീം, 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 20 ഗ്രാം ബട്ടറും പഞ്ചസാരയും വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക.
മെൽറ്റാക്കി എടുത്തിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മുടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കേക്കില്ലേ അതെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നമുക്കത് സെറ്റാക്കി കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഗ്ലേസ് ആണ് കൊടുക്കുന്നത്. നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ജെലാറ്റിൻ ചേർക്കാം. ഞാൻ പക്ഷേ ജെലാറ്റിനോ ചൈന ഗ്രാസോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ഇതെടുത്തിട്ട് ഞാൻ സൈഡിലേക്ക് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുള്ള നമ്മൾ നേരത്തെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ടോ, ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയതിന് ശേഷം ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും. കാരണം നമ്മുടെ കേക്ക് തണുത്തിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഏകദേശം സെറ്റായി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായി വരും കേട്ടോ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി മോസ് കേക്ക്, ചോക്ലേറ്റ് മോസ് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ക്രീമിയാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൂസ് ലെയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നല്ല കടിക്കാൻ കിട്ടാൻ പാകത്തിലുള്ള ഒരു കേക്ക് ഉണ്ട്, ചോക്ലേറ്റ് കേക്ക് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ബർത്ത്ഡേ അതുപോലുള്ള ഒക്കേഷൻസിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഡെയിലി ഒന്നും ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒത്തിരി ഹെവി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഹെൽത്തി ആണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും സെലിബ്രേഷനൊക്കെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.